ജീവന് തുല്യം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത കാമുകനെ കഷായത്തിൽ വിഷം ചേർത്ത് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയുടെ കഥ കേരളം മുഴുവൻ ഞെട്ടലോടെയാണ് കേട്ടത്. നാളെയാണ് ആ ഒരു കേസിന് ശിക്ഷാവിധി. കൊടും ക്രൂരതയ്ക്ക് അർഹിക്കുന്ന കഠിന ശിക്ഷ തന്നെ കിട്ടണേ എന്നാണ് ഷാരോണിന്റെ ബന്ധുക്കളുടെയും ഉറ്റവരുടെയും പ്രാർത്ഥന. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും കേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും താൻ ചെയ്ത കൊടും പാതകത്തിൽ ലെവലേശം പോലും പശ്ചാത്തലം ഗ്രീഷ്മയ്ക്ക് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു സംഭവത്തിൽ രക്ഷപ്പെടാൻ ഓരോരോ കള്ളങ്ങൾ അതിനു പുറമെ സമർത്ഥമായി പുറത്തുവിട്ടുകൊണ്ടിരുന്നു. എന്തിന് തെളിവെടുപ്പിനിടയിലും ചെയ്ത മഹാപാതകത്തിൽ ലെവലേശം പോലും പശ്ചാത്തലം പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ല ഗ്രീഷ്മയുടെ പെരുമാറ്റം. സത്യം പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും അമ്പരപ്പുണ്ടാക്കി ഈ ഒരു പ്രകൃതം എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിയെ കാണാൻ നാട്ടുകാർ തടിച്ചുകൂടിയപ്പോഴും നേർത്ത തുണി കൊണ്ട് മുഖം മറച്ച് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഗ്രീഷ്മ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിക്കൊണ്ടിരുന്നത്. ഷാരോണിന്റെ നിർബന്ധത്തിന് വഴങ്ങി വെട്ടുകാട് പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചെന്ന് തെളിവെടുപ്പിനിടെ ഗ്രീഷ്മ പറഞ്ഞിരുന്നു. വേളിയിൽ വിശ്രമിച്ചപ്പോഴാണ് ആദ്യമായി കൊലപാതക പദ്ധതി മനസ്സിൽ വന്നത്. ഷാരോൺ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയായിരിക്കും പ്രാർത്ഥിച്ചത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ പക്ഷേ നേരെ തിരിച്ചായിപ്പോയി എന്നായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി. ഇതിനപ്പുറം മനസ്സ് നിറഞ്ഞെന്ന മട്ടിൽ ചിരിക്കുകയുമായിരുന്നു ഗ്രീഷ്മ. ഗ്രീഷ്മയ്ക്ക് എന്ത് തരം ശിക്ഷയായിരിക്കും നാളെ കോടതി വിധിക്കാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് ഷാരോണിന്റെ കുടുംബവും കേരളത്തിലെ മുഴുവൻ ആളുകളും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.